ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ആദ്യം വീഡിയോ കാണാം, എന്നിട്ട് ബാക്കി. അങ്ങനെ വന്നാൽ നമുക്ക് അതെങ്കിൽ തേയില ഒന്ന് സഹായിച്ച് കച്ചവടമായിരുന്നു. അന്ന് 5 തോന്നുന്നു എനിക്ക് ആദ്യം തന്നത്. 5 തോന്നുന്നു, ഞാൻ ഓർക്കുന്നത് 5 or 3 അങ്ങനെ കണ്ടായിരുന്നു. ബാഗായിരുന്നു അന്ന്. നല്ല കച്ചവടമായിരുന്നു. ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരികയും നല്ല കച്ചവടമായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ക്ലച്ച് പിടിച്ചു എന്നൊരിതായിരുന്നു. പക്ഷേ അത് കാലക്രമേണ ഇപ്പം അവിടെ ഇവിടെ എല്ലാം കടകളായപ്പം ഈ ഉള്ളിലോട്ട് ആരും വരുന്നില്ല. അവിടെയൊക്കെ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നു. അതിൻ്റേതായിട്ടൊരു ഷോട്ട്. ഇന്നത്തെ കടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം എത്ര കച്ചവടം നടക്കുന്നുണ്ട്? ഇപ്പം ഒരു 30 എണ്ണമൊക്കെ പോകുന്നുള്ളൂ. 30 എണ്ണം വിൽക്കുമ്പോൾ എത്ര രൂപ ചേച്ചിക്ക് കിട്ടും? എനിക്കന്നേരം ഒരു 150 രൂപ. അതായത് ഒരെണ്ണം വിൽക്കുമ്പോൾ 5 രൂപയാണ് കിട്ടുന്നത്. ഈ 150 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ കണ്ടല്ലേ, മറുനാടൻ മലയാളിയാണ് ഇതാദ്യം പുറത്തു കൊണ്ടുവരുന്നത്. പുറത്ത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, എനിക്കൊരു തെറ്റായ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒന്ന്, അദ്ദേഹം ഈ ചേച്ചീനെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഈ ഒരു ചേച്ചിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു സ്ഥാപനം നടത്തി, ചെറിയൊരു ഒരു കടയായിരുന്നു. ആ കട കുറേ മോഷ്ടാക്കൾ വന്ന് മോഷ്ടിച്ചു. അന്ന് ഭയങ്കര വാർത്തയൊക്കെയായിരുന്നു അത്. നമ്മൾ അധ്വാനിച്ച, അത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഒരു മുതൽ അല്ലെങ്കിൽ ഒരു സാധനം, ഒരു വ്യക്തി എന്താ പറയുക, ഒരു കരുതലും കൂടാതെ വന്ന് എടുത്തു കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയൊരു വേദനയുള്ള ഒരു കാര്യം തന്നെയല്ലേ, വലിയൊരു നഷ്ടം തന്നെയാണത്. നമ്മൾ അത്രയും കാലം അധ്വാനിച്ച സാധനം മൊത്തം വേറൊരാൾ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അല്ലേ, വേദന തന്നെയാണ്. അപ്പം അതിൽ ഒരു സഹായമായിട്ട് വന്ന വ്യക്തിയാണ് ബോച്ചെ എന്ന് പറയുന്നത്. ഈ ചേച്ചിക്ക് ഇത് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ബോച്ചെ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുത്തത്. ആ ചേച്ചി തന്നെ പറയുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള കച്ചവടമായിരുന്നു ആദ്യ ദിനങ്ങളിൽ. ഇപ്പോൾ കുറച്ച് വന്നപ്പോൾ കുറേ സ്ഥലത്ത് ഇത് അവൈലബിൾ ആയിട്ട് വന്ന സമയത്ത് സ്വതവേ കച്ചവടം കുറഞ്ഞു എന്ന് ചേച്ചി പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾക്ക് മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ എന്നൊരിക്കലുമില്ല. ഒരു ബ്രാൻഡ് നമുക്ക് ഇപ്പം എനിക്ക് ബോച്ചെ ടീ തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ എനിക്ക് കോൺടാക്ട് ചെയ്ത് എനിക്കൊരു ഫ്രാഞ്ചൈസി എവിടെ വേണമെങ്കിലും ഇടാം അല്ലേ. ചിലപ്പോൾ എനിക്ക് കച്ചവടം കിട്ടാം, ചിലപ്പോൾ അതിന് മുന്നേ തുടങ്ങിയവർക്ക് കച്ചവടം കുറയാം, ചിലപ്പോൾ എനിക്ക് കച്ചവടം കുറയാം, സാധ്യത കിട്ടും. അപ്പോൾ എനിക്ക് നേരെ വേറൊരാളും കൂടി ഇനി ഫ്രാഞ്ചൈസി ഇടുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് ഫ്രാഞ്ചൈസി ഇടുന്ന സമയത്ത് ആദ്യം കാണുന്ന കട അതാണെങ്കിൽ അവിടെ കയറി എല്ലാവരും അത് വാങ്ങിയിട്ട് ആ വഴിക്ക് പോകും, എനിക്ക് കിട്ടണമെന്നില്ല. അപ്പം ഇതിൽ എനിക്ക് ബോച്ചനെ കുറ്റം പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നില്ല ബോച്ചനെ കുറ്റം പറയാൻ. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്തു, അദ്ദേഹത്തിന്റെ ബ്രാൻഡിനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. കാരണം നമ്മളൊരു ബ്രാൻഡ് ഇറക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കൂടുതൽ ആഗ്രഹിക്കുക, പ്രൊമോഷൻ എന്നാണ്. ഈ ഒരു സിറ്റുവേഷൻ അദ്ദേഹം യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അദ്ദേഹം ഈ ഒരു സിറ്റുവേഷനെ യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയാം. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ ഈസി ആയിട്ട് തന്നെ, കാരണം ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഈ ചേച്ചിനെ സഹായിക്കുമ്പോൾ ഒബ്വിയസ്ലി അദ്ദേഹത്തിനെ എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിക്കും, അദ്ദേഹത്തിന്റെ ബ്രാൻഡ് ഒന്നും കൂടി ശ്രദ്ധിക്കും. അപ്പോൾ ബ്രാൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ബോച്ചെ ടീ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കി ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രൊമോഷനിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു ബിസിനസ് വളരെയധികം വളർന്നു എന്നാണ് നമ്മൾ മറുനാടൻ മലയാളി പറയുന്നത്. അപ്പം ഈ ചേച്ചിയുടെ സിറ്റുവേഷൻ അത് യാഥാർത്ഥ്യമാണ്, ഒരിക്കലും കള്ളമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ സ്വതവേ അങ്ങനെയാണ്, നമ്മളൊരു ബ്രാൻഡ് ഭയങ്കരമായിട്ട് എന്താ പറയുക സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ കൂടുതലായിട്ട് അവൈലബിൾ ആവുന്ന സമയത്ത് കച്ചവടം എന്തായാലും കുറയും. അതങ്ങനെ തന്നെയാണ് അല്ലേ. ഇനി നമുക്ക് ഒരു വീഡിയോയും കൂടെ കാണാം. അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ സാറിനെ കാണാനായിട്ട്, ഈ ഫ്രാഞ്ചൈസിയുടെ കാര്യം പറഞ്ഞിട്ട് ആളെ കാണാനായിട്ട് ചെന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടിയിട്ടാണ് കാണാൻ ചെന്നത്. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ആളുടെ അടുത്ത്, ഞങ്ങൾക്ക് ഒരു 10ഓളം മൈക്രോ ഫിനാൻസിൻ്റെ ലോണുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ പണിത് കഴിഞ്ഞ് സാധാരണ ഒരു വരുമാനത്തിൽ നിന്ന് ഞങ്ങൾക്കത് വീട്ടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ലൊരു വരുമാനം വേണം. അപ്പോൾ ഞങ്ങൾക്ക് ആ മല്ലിക ചേച്ചിക്ക് ചെയ്ത് കൊടുത്ത പോലെ ഞങ്ങൾക്കൊരു ഫ്രാഞ്ചൈസി വേണം. അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ എൻ്റെ കൂട്ടത്തുണ്ടായിരുന്ന നീതു എന്ന് പറഞ്ഞ കൂട്ടുകാരുടെ ഹസ്ബൻഡ് ഇങ്ങനെ ബാധ്യതയിൽ നിൽക്കുമ്പോൾ ആളൊരു ദിവസം കിഡ്നിയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു ആളെ കണ്ടിരുന്നു. അതായത് ഏജൻറ്റ്, കിഡ്നിയുടെ ഏജൻറ്റിനെ കണ്ട ആളൊരു ദിവസം ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോയ കാര്യമൊക്കെ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കിഡ്നിയുടെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം, അത് നല്ല കണ്ടൻറ്റാണ്, നമുക്ക് ആ വീഡിയോ വന്നു കഴിഞ്ഞാൽ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ വന്നാൽ കുഴപ്പമില്ല, വൈറലായാൽ കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു നല്ലൊരു വരുമാനം, ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാധ്യത കടങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ കടങ്ങൾ തീരുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ വൈറലായാൽ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ കടം തീർക്കാൻ വേണ്ടി കിഡ്നി വിൽക്കാനും തയ്യാർ തന്നെ ആയിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് ചെന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, അപ്പോൾ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല, എന്നാൽ ഞാൻ അകത്തുനിന്ന് ഓടാൻ പോണ രീതിക്ക് ഞാൻ വരാം, അപ്പോൾ നിങ്ങൾ പുറത്ത് പോയി നിന്നിട്ട് റോട്ടിൽ നിന്ന് കയറി വരൂ, നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ അകത്തുനിന്ന് ഇറങ്ങി വന്നു. ഞങ്ങൾ തിരിച്ച് റോഡിലേക്ക് പോയിട്ട് ഞാൻ കയറി വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ, ഞങ്ങൾ കിഡ്നി വിൽക്കാൻ വരെ തയ്യാറാണ്, ഞങ്ങൾക്ക് ജോലിയുടെ ആവശ്യത്തിന് വന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഇരിക്ക്, ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അകത്ത് കയറി അതേപോലെ തിരിച്ചു പോന്നു. ഭക്ഷണം എന്നിട്ട് തന്നോ? ഇല്ല, ആയിട്ടില്ല എന്ന് പറഞ്ഞു. വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചെന്ന് മുമ്പ്
പെപ്സി കുടിക്കാൻ നന്നായിരുന്നു അതിന് മുമ്പ്. വെള്ളം നമ്മൾ സഹായം ചോദിച്ച് ചെല്ലുന്നവരെ നമ്മൾ പറയും, നമ്മളുടെ നേരെ ഒരാൾ സഹായം ചോദിച്ചു വരാം, നമ്മൾ ഉള്ളവരാണെങ്കിൽ കേട്ടോ, സഹായം ചോദിച്ചു വരുന്നവരെ നമ്മൾ മടക്കി അയക്കില്ല എന്ന് പറയും. പക്ഷേ ആ സഹായം ചോദിച്ചു വരുന്നവരെ വിറ്റ് പൈസയാക്കുക എന്ന് പറയുന്നത് വളരെ ഒരു മ്ലേച്ഛമായ ഒരു കാര്യമാണ് അല്ലേ. എനിക്ക് ബോച്ചെ എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരുപാട് എന്താ പറയുക സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിൽ ഞാൻ കാരണം അദ്ദേഹത്തിനുണ്ട് അത് ചെയ്യാനുള്ള ഒരു പ്രാപ്തി അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇത് സത്യമാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നതുള്ളൂ അദ്ദേഹത്തിൻ്റെ വാല്യൂ ആണ് അദ്ദേഹം കുറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ, ബോച്ചെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വാല്യൂ ആണ് അവിടെ ഇടിയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം. ഇതൊരുപാട് മലയാളികൾ കാണുമ്പം അദ്ദേഹത്തിന് നമ്മൾ വില വെക്കും, റൈറ്റ്, വില വെക്കും, കൺഫേം ആണ്. കാരണം അത്രയും ഗതി മുട്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി മറ്റേ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഈ ചേച്ചി അവിടെ പോയി അത്രയും ഗതി കുട്ടിയിട്ടാണ് അദ്ദേഹം ഈ ചേച്ചി അവിടെ പോയിട്ട് അദ്ദേഹത്തിനോട് സഹായം ചോദിക്കുന്നത്. ആ സഹായത്തെ വീഡിയോ ആക്കി, കണ്ടന്റ് ആക്കി, അത് വൈറലാക്കി അഭിനയം എന്നുള്ള ലെവലിലേക്ക് അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. കാരണം പ്രത്യേകിച്ച് ബോച്ചനെ പോലുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്യാന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. എങ്ങനെ ഇവർക്കൊക്കെ ഇത് പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക, അതല്ലേ വേണ്ടത്. നമ്മൾ പറയും, നമ്മൾ എന്താ പറയുക, നമ്മൾ സഹായിക്കുന്നത് 10 ആൾക്കാർ അറിയണം എന്നില്ല എന്ന് പറയും അല്ലേ. നമ്മൾ സഹായിക്കുന്നത് 10 ആൾക്കാർ അറിയണമെന്നില്ല. എന്തിനാണ് 10 ആൾക്കാർ? നമുക്ക് ഓൾറെഡി അദ്ദേഹം ഒരു ബ്രാൻഡാണ്, അദ്ദേഹം ചെയ്യുന്ന എല്ലാ ബിസിനസ്സും സക്സസ്സുമാണ്. അപ്പം അദ്ദേഹത്തെ അത്രയും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഒന്ന് ജസ്റ്റ് വന്നിട്ട് എൻ്റെ ബ്രാൻഡാണ്, പുതിയ ബ്രാൻഡാണെന്ന് പറഞ്ഞാൽ തന്നെ ഒരുവിധം ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കും. സീരിയസ്ലി അതിനൊരു പാവപ്പെട്ട ഒരു ലേഡിയുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ സിറ്റുവേഷൻ അത് കണ്ടന്റ് ആക്കി വൈറലാക്കി ഇടുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമല്ലേ, വളരെ മോശപ്പെട്ട കാര്യമല്ലേ. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കാൻ എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾ, എനിക്ക് തോന്നുന്നു നമ്മളൊരാളെ സഹായിച്ചാൽ 10 ആൾക്കാർ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ സഹായിക്കുക, അത്രേ ഉള്ളൂ. അത് 10 ആൾക്കാരെ കാണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ കാണിക്കുന്നവരുടെ അർത്ഥം എന്താ? നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് അറിയണം, നമ്മൾ അത്രയും സംഭവമാണെന്ന് അറിയണം. എന്നിട്ട് അറിഞ്ഞിട്ട് ഇതുപോലെ നാളെ ഒരാൾ ഇതുപോലെ തിരിച്ചു പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മറുപടി? എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? എന്തായാലും എനിവേ, നല്ലതോ ചീത്തയോ എന്തായാലും അദ്ദേഹം ചെയ്തത് നല്ല കാര്യമാണ്. സഹായിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഫ്രാഞ്ചൈസി തുടങ്ങി കൊടുക്കുന്നുണ്ട്. പിന്നീട് വരുന്ന കച്ചവടങ്ങൾ എന്ന് പറയുന്നത് സ്വതവേ ഫ്രാഞ്ചൈസി ഇങ്ങനെ തന്നെയാണ്. എല്ലായ്പ്പോഴും ഫ്രാഞ്ചൈസി ഇങ്ങനെ തന്നെ, നമുക്കൊരു കുറ്റങ്ങളോ തെറ്റുകളോ പറയാൻ പറ്റില്ല. ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ഇതാണ്. ആ പ്രോഡക്റ്റ് കുറച്ചും കൂടി അവൈലബിൾ ആവുന്ന സമയത്ത് നമ്മളെ ബിസിനസ് കുറയും. ഒരിക്കലും ഇത് മാത്രം നിങ്ങൾ കൺസെപ്റ്റിൽ ഇട്ടിട്ട് ഇത് മാത്രം നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അബദ്ധമാണ്. നിങ്ങൾ വേറെ എന്തെങ്കിലും ബിസിനസ്സും കൂടി നോക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്താണെങ്കിലും ഈ ബ്രാൻഡ് മാത്രം വിശ്വസിച്ച് നിന്ന് കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ ചുറ്റുവട്ടത്തിലെല്ലാം, കാരണം അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യും, അദ്ദേഹത്തിന്റെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യും. ഒരുപാട് ഫ്രാഞ്ചൈസി തുടങ്ങാൻ ആൾക്കാർ വരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം അത് തുടങ്ങാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പം എന്തായാലും കേരളം മൊത്തം ഈ ഒരു ബോച്ചെ ടീ എന്ന് പറഞ്ഞൊരു സാധനം അവൈലബിൾ ആയിട്ട് വരും. അപ്പം നിങ്ങൾക്ക് ആദ്യം തുടങ്ങിയ ആൾക്കാർക്ക് കച്ചവടം കുറയാൻ സാധ്യത കൂടുതലാണ്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വേഗം മാക്സിമം തന്നെ മറ്റൊരു ബിസിനസ്സിലേക്ക് കടക്കാം. ഇത് കൂട്ടിയിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവാമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ അത്രേ ഉള്ളൂ. കൂടുതൽ ഇത് ഞാൻ പറഞ്ഞ് വഷളാക്കുന്നില്ല. എന്തായാലും എനിവേ, ഇതൊന്നും നല്ലതല്ല.